രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പാലക്കാട് പയറ്റുന്നത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. തനിക്കെതിരെ ഉയർന്ന സ്ത്രീ പീഡന ആരോപണങ്ങളും തുടർന്ന് ഒറ്റപ്പെടുത്താനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കങ്ങളെയും മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പാരകളെയും അതിജീവിക്കാനുള്ള ശ്രമമാണ് മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് സിനിമാ താരങ്ങളെ തന്നെ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാവങ്ങൾക്കായുള്ള MLAയുടെ സ്മൈൽ ഭവനം പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങുകളിലേക്ക് സിനിമാ നടിമാരെ മാങ്കൂട്ടത്തിൽ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ടുവരുന്നതും അവർക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് സീറ്റ് നിഷേധിക്കാനുള്ള നീക്കത്തെ ചെറുക്കുക എന്നതോടൊപ്പം തന്നെ മത്സരിച്ചാൽ വിജയം ആവർത്തിക്കുക എന്നതും മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ട ജൂനിയർ ആർട്ടിസ്റ്റിന് മറുപടിയായി യുവ സൂപ്പർ താരങ്ങളെ തന്നെ മാങ്കൂട്ടത്തിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. നടി തൻവി റാമും അനുശ്രീയുമാണ് മാങ്കൂട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സ്മൈൽ ഭവനം പദ്ധതിക്ക് വേണ്ടി അടുത്തടുത്ത ദിവസങ്ങളിലായി പാലക്കാട്ട് എത്തിയിരുന്നത്. നടിമാരുമായി അടുത്തിടപെടുന്ന മാങ്കൂട്ടത്തിലിന്റെ ദൃശ്യവും തൻവിയും അനുശ്രീയും മാങ്കൂട്ടത്തിലിന്റെ പദ്ധതിയെ പ്രശംസിച്ച് സംസാരിക്കുന്നതുമെല്ലാം കൃത്യമായി മാർക്കറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ വൈറലാക്കാനും ടീം മാങ്കൂട്ടത്തിലിന് സാധിച്ചിട്ടുണ്ട് എന്നതും എന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. സ്മൈൽ ഭവനം പദ്ധതിയുടെ ആദ്യ വീട് നിർമ്മാണം മുൻപ് നടൻ ആസിഫ് അലിയും പിന്നീട് സൈജു കുറുപ്പുമാണ് ഉദ്ഘാടനം ചെയ്തിരുന്നതെങ്കിലും സ്ത്രീ പീഡന ആരോപണങ്ങൾ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടന്മാരെ വിട്ട് നടിമാരെ തന്നെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ പല പ്രമുഖ നടിമാരെയും കൊണ്ടുവരാനാണ് ടീം മാങ്കൂട്ടത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. യുവനടിമാർ മുഖ്യാതിഥികളായി പങ്കെടുത്തതോടെ ഭവന പദ്ധതിയേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് പോസിറ്റീവാക്കി മാറ്റാനാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി രംഗത്ത് വന്നിരുന്നത് സിനിമാ മേഖലയിലെ ഒരു ജൂനിയർ നടിയാണെങ്കിൽ തൊട്ടു പിന്നാലെ ആരോപണ പെരുമഴയാണ് പെയ്തിറങ്ങിയിരുന്നത്. നടിയുടെ പ്രതികരണം രാഹുലിന്റെ പേര് നേരിട്ട് പറയാതെ അദ്ദേഹമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ ഒരു ട്രാൻസ് വുമൺ പത്രസമ്മേളനം വരെയാണ് മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരുന്നത്. എന്നാൽ അവർക്കും പരാതി കൊടുക്കാനോ തെളിവുകൾ ഹാജരാക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ മാധ്യമപ്രവർത്തകയുമായിട്ടുള്ള മാങ്കൂട്ടത്തിലിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ശബ്ദ സംഭാഷണവും പുറത്തു വരികയുണ്ടായി. ഈ യുവതിയുമായി താൻ സംസാരിച്ചെന്നും പറഞ്ഞ് പിന്നീട് മറ്റൊരു ചാനലിലെ മാധ്യമപ്രവർത്തക രംഗത്ത് വന്നെങ്കിലും തെളിവുകൾ ഹാജരാക്കാനോ രേഖകൾ സഹിതം പരാതിപ്പെടാനോ അവരും തയ്യാറായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാടൻ കാറ്റിന് ചൂട് കൂടാൻ തന്നെയാണ് സാധ്യത. ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് നിന്നും വിജയിക്കാൻ സാധിച്ചാൽ അതോടെ ആരോപണങ്ങൾ ആവിയായി പോകുമെന്ന് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവർക്കും അത് ഏറ്റുപിടിച്ചവർക്കും തിരിച്ചടിയാകുമെന്നതും ഉറപ്പാണ്.